അസ്സലാമലൈക്കും ഗൈസ്, ഇന്ന് സൺഡേ ആണല്ലോ. ഉച്ചയായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നേരെ കരാമ പാർക്കിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മഗ്ഡിയിൽ പോയിട്ട് 2 ദിറംസിൻ്റെ ഒരു ഐസ്ക്രീമും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് മഗ്ഡിയിൽ പോയി ഐസ്ക്രീം വാങ്ങിച്ചിട്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. ഇതിന് കുറച്ച് നാൾ മുന്നേ വരെ 1 ദിർഹംസ് ആയിരുന്നു, ഇപ്പോൾ ഇത് 2 ദിർഹംസാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇത് കിട്ടുന്നത് കേട്ടോ. ഏതായാലും ഭക്ഷണമൊക്കെ ഒന്ന് ദഹിക്കാനായിട്ട് കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മളെ കാരൊക്കെ നോക്കിയാൽ നല്ല കായ്ച്ച് നിൽക്കുന്നത്. നല്ല വെയിലിൻ്റെ സമയത്ത് ഇതിങ്ങോട്ട് പഴുത്തിട്ട് താഴെ വീഴും കേട്ടോ. അങ്ങനെ താഴെ വീണത് പണ്ട് ഒരുപാട് എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഇത് ഞാനും ഹസ്ബൻഡും ഒരുമിച്ചിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായി വരുന്നൊരു ഏരിയ ആണ്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ് കേട്ടോ. കുറച്ച് മൾബറിയും കൂടെ അവിടെ നിന്ന് പറിച്ച് ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് നടന്ന സമയത്താണ് ഒരു കാര്യം കണ്ടത്. അവിടുത്തെ ഫുഡ് ബോക്സിൽ ഫുഡ് അതും കൂടെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഡബിൾ ഹാപ്പി കേട്ടോ. അതിൽ പൂരിയും അതേപോലെ തന്നെ ബാജിക്കറിയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് പർച്ചേസും കൂടെ ഉണ്ടായിരുന്നു, ഡേ ടു ഡേയിലും അതേപോലെ തന്നെ നെസ്റ്റോലും. ഈ മാസത്തെ ബഡ്ജറ്റിലെ അവസാന പർച്ചേസാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ സാധനങ്ങൾ വാങ്ങാറുള്ളത് ഓരോ ആപ്പുകളിലൊക്കെ കയറിയിട്ട് ഓഫേഴ്സൊക്കെ നോക്കിയിട്ടാണ് വാങ്ങുന്നത്. ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അവിടെ പോയി എനിക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതൊക്കെ ഞാൻ നോക്കി വാങ്ങും. അങ്ങനെയാണേ. ഓഫറുകളൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇപ്പോൾ അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഓഫേഴ്സൊക്കെ നോക്കി അങ്ങനെയാണെന്ന് വാങ്ങിച്ചു കേട്ടോ. അത്യാവശ്യം സാധനങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പർച്ചേസിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ലിസ്റ്റിലില്ലാത്ത സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അല്ലേ, അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ച് ഏകദേശം കയ്യിലുള്ള കാശും കാലിയാക്കിയിട്ടാണ് തിരിച്ച് റൂമിലേക്ക് വന്നത് കേട്ടോ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സാധനം വാങ്ങിയിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം കാലിലെയും കയ്യിലെയും നെയിൽസിലൊക്കെ ഒന്ന് ഈ ഹെന്ന ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് മുന്നേ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹെന്നൊക്കെ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ നാളെ കാണാം. ബായ്.